சொக்கர்முடி கையேற்றத்தில் ஆளுங்கட்சியை சேர்ந்த சில முக்கிய தலைவர்களின் உறவினர்களுக்கும் பூமியுள்ளதாகவும் இதில் புகார்கள் எழுந்தபோதும் அதிகாரிகள் எந்த நடவடிக்கையும் எடுக்கவில்லை என்றும் கிசான் சபை மாநில துணைத் தலைவர் மாத்யூ வர்கீஸ் தெரிவித்துள்ளார். சம்பவத்தில் கேரள முதலமைச்சர் நடவடிக்கை எடுக்க வேண்டும் என்றும் அவர் കേട്ടുകൊണ്ടാർ. 14.6 ഏക്കർ കള്ളപ്പട്ടയ ഭൂമി സമ്പാദിക്കുകയും പരിസരത്തുള്ള 20 ഏക്കർ ഭൂമി അതിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തുകൊണ്ട് ചില ഭൂമി കയ്യേറ്റക്കാർ 4 ലക്ഷം രൂപ ഒരു സെൻറ്റിന് വില വെച്ച് വിറ്റ് ഇതിനകം 50 കോടിയോളം രൂപയുടെ ഭൂമി കച്ചവടം നടത്തിയായിട്ടാണ് അറിയുന്നത്. ഇടുക്കി ജില്ലാ കളക്ടറും ദേവികുളം ഉടുമ്പൻചോല താലൂക്കിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നടത്തിയ കള്ളക്കളിയുടെ ഭാഗമായിട്ടാണ് പാരിസ്ഥിതിക ദുർബല പ്രദേശവും ദുരന്ത നിവാരണ നിയമത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശവുമായ ചൊക്രമുടിയിൽ പട്ടയം കിട്ടിയത്. ഈ പ്രദേശത്തെ മലനിരകൾ ഇടിച്ചു നിരത്തി അവിടെ ടാർ റോഡുകൾ നിർമ്മിക്കുകയും വലിയ റിസോർട്ടുകൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ നടക്കുകയാണ്. റവന്യൂ അധികാരികളുടെ ഭാഗത്തുനിന്ന് നാളിതുവരെ കാര്യമായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാവട്ടെ കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ളതാണെന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇടുക്കി ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഇത്തരം നടപടികൾ വൻതോതിലുള്ള കോട പറ്റിക്കൊണ്ടുള്ളതാണ് എന്ന് സംശയിക്കേണ്ടതായിട്ടാണുള്ളത്. പ്രദേശത്ത് ചില ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരുടെ ബന്ധുക്കളും ഭൂമി സമ്പാദിച്ചിട്ടുള്ളതായും ഈ കയ്യേറ്റങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതായി അറിയുന്നു. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടുകയും അന്വേഷണം നടത്തുകയും ഭൂസംരക്ഷണ നിയമപ്രകാരവും ദുരന്ത നിവാരണ നിയമപ്രകാരവും കുറ്റവാളികളായവരുടെ മേൽ കർക്കശമായ നടപടികൾ സ്വീകരിക്കണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ അഭ്യർത്ഥിക്കുകയാണ്.